ചില മനുഷ്യർ മരിച്ചാലും അവരുടെ ശബ്ദം മരിക്കില്ല, അവരുടെ ചിരി മരിക്കില്ല, അവരുടെ പാട്ട് മരിക്കില്ല. അങ്ങനെ ഇന്നും കേരളത്തിൻ്റെ മനസ്സിൽ ജീവിക്കുന്ന ഒരാളാണ് ശ്രീ കലാഭവൻ മണി. ചാലക്കുടിയുടെ മണ്ണിൽ നിന്ന് മലയാളികളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ മനുഷ്യൻ. മികച്ച നടനുള്ള പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ കലാഭവൻ മണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഒരു വലിയ താരകുടുംബത്തിൽ നിന്നല്ല മണി വന്നത്. ജീവിതത്തിൻ്റെ സാധാരണ വഴികളിലൂടെ നടന്നാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. ചാലക്കുടിയിൽ ജനിച്ച മണി ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരാളായിരുന്നു. പിന്നീട് മിമിക്രിയിലൂടെ കലാഭവനിലെത്തി. അവിടെ നിന്നാണ് ആ യാത്ര തുടങ്ങുന്നത്. ഒരു മിമിക്രി കലാകാരനിൽ നിന്ന്, ഒരു കോമഡി നടനിൽ നിന്ന് പതിയെ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയരായ കലാകാരന്മാരിൽ ഒരാളിലേക്ക്. നല്ല പൊരുത്തമാടി കള്ളിപ്പെണ്ണേ, കുംഭമാസം പിറകട്ടെ പെണ്ണേ, നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെടി. ഒരു കാലത്ത് ഓണനാളുകളിൽ ആഘോഷങ്ങൾ കൊണ്ടും ആരവങ്ങൾ കൊണ്ടും നിറഞ്ഞിരുന്ന ഈ മുറ്റം ഇന്ന് തികച്ചും അനാഥമായി. അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താനാവാത്തതാണെന്ന ഉത്തമ ബോധ്യം മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളും സങ്കടത്തോടെ ഈ പടിയിറങ്ങുന്നു. പക്ഷേ മണിയെ മലയാളികളുടെ ഹൃദയത്തിൽ ഇത്രയും ആഴത്തിലെത്തിച്ചത് സിനിമ മാത്രമായിരുന്നില്ല. മണിയുടെ പാട്ട്, അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് വലിയ സംഗീത വേദികളിൽ മാത്രം കേൾക്കേണ്ട പാട്ടായിരുന്നില്ല. നാട്ടിൻപുറത്തിൻ്റെ മണമുള്ള പാട്ട്, സാധാരണക്കാരൻ്റെ ഭാഷയുണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മണി പാടുമ്പോൾ നമ്മളൊരു സൂപ്പർ സ്റ്റാറിനെ കേൾക്കുന്നതായി തോന്നാതിരുന്നത്. ഇത് വെറുമൊരു സ്ഥലമല്ല, മണിയുടെ പാടി. ഒരു കാലത്ത് ഇവിടെ പാട്ടുണ്ടായിരുന്നു, ചിരിയുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, ആഘോഷങ്ങളുണ്ടായിരുന്നു. ഓണം വന്നാൽ ചാലക്കുടിയുടെ പല ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും നിറയെ കലാകാരന്മാർ വന്ന് ഇവിടെ വിവിധതരം കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. പടിഞ്ഞാറു സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിലെ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആ തിരക്കും പാട്ടും ചിരിയും എല്ലാം ഓർമ്മ മാത്രം. ഇപ്പോഴത്തെ ഓൺലൈൻ ലിസ്റ്റിങ്ങിൽ ഈ സ്ഥലം ഫാം ആയി കാണപ്പെടുന്നുണ്ട്. എന്നാൽ പഴയ ഓർമ്മകളിലെ പാടി എന്നത് മണിച്ചേട്ടൻ്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരിടമായിരുന്നു. ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നുന്നത് മണിയുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത തന്നെയായിരിക്കും. വീണ്ടും ഒരു ഓണക്കാലം വരുന്നു. വീടുകളിൽ പൂക്കളമൊരുങ്ങും, സദ്യയൊരുങ്ങും, ഓണപ്പാട്ടുകൾ മുഴങ്ങും. ഒരു കാലത്ത് ഓണാഘോഷങ്ങൾക്ക് ആവേശം കൂട്ടിയ ആ മനുഷ്യൻ ഇന്ന് ഒരു ഓർമ്മയായി മാത്രം നിൽക്കുന്നു. പാടിയുടെ ഈ മണ്ണിൽ ഒരുപാട് ചിരികൾ
വീണിട്ടുണ്ടാവാം, ഒരുപാട് പാട്ടുകൾ മുഴങ്ങിയിട്ടുണ്ടാവാം. ഇന്ന് അവശേഷിക്കുന്നത് ആ ഓർമ്മകൾ മാത്രം. 10 വർഷം കഴിഞ്ഞിട്ടും കലാഭവൻ മണിയെ തേടി ആളുകൾ ചാലക്കുടിയിലും അദ്ദേഹത്തിൻ്റെ പാടിയിലും എത്തുന്നുണ്ട് എന്നത് ആ സ്നേഹത്തിൻ്റെ ആഴവും വലിപ്പവും കാണിക്കുന്നു. ഈ ഓണക്കാലത്ത് ഒരു ഓണപ്പാട്ട് കേൾക്കുമ്പോൾ, ഒരു നാടൻ പാട്ടിൻ്റെ താളം കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കും, മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. ആരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ഇന്ന് കാലം ബാക്കി വെച്ച ചില അടയാളങ്ങൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഈ നിലത്ത് ഒരുപാട് ആളുകളുടെ കാലടികൾ പതിഞ്ഞിട്ടുണ്ടാവാം. ഈ ചുവരുകൾ ഒരുപാട് ചിരികൾ കേട്ടിട്ടുണ്ടാവാം. ഇവിടെ ഓണാഘോഷങ്ങൾ നടന്നിട്ടുണ്ടാകും, പാട്ടുകൾ മുഴങ്ങിയിട്ടുണ്ടാകും, സുഹൃത്തുക്കൾ ഒത്തുകൂടിയിട്ടുണ്ടാകും. പക്ഷേ ഇന്നിവിടം ശൂന്യമാണ്. കുന്നോളം സങ്കടം നെഞ്ചിലൊളിപ്പിച്ചു നീ ചിരിച്ചു, കുഞ്ഞോളം കൊച്ചു പിണക്കവുമായി നടന്നു. പൊന്മണിപ്പൂവേ ചിങ്ങനിലാവെ നീ മണ്ണിൽ പൊലിഞ്ഞതെന്തേ? പൊന്നൊളി തൂകിയ നിൻ പ്രിയ വരികൾ നിന്നെ തിരയണുണ്ടേ, നീറിപ്പുകയണുണ്ടേ. മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന ആ ഓണങ്ങൾ, ഓളങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിയാം. ഒരു കാലത്ത് ആഘോഷങ്ങളുടെ ശബ്ദം നിറഞ്ഞിരുന്ന ഈ ഇടത്ത് ഇന്ന് കേൾക്കുന്നത് കാറ്റിൻ്റെ ശബ്ദം മാത്രം. കുട്ടാടൻ പാടത്ത് കുറി നാടും പണിയും നടക്കുമ്പോൾ കാര്യങ്ങൾ ചൊല്ലിയില്ലേ 100 കൂട്ടം കാര്യങ്ങള്. കണ്ടിട്ടും പറഞ്ഞിട്ടും തീരാത്ത കാര്യങ്ങൾ എന്താണയ്യോ, കരക്കാരു പറഞ്ഞു ചിരിക്കുമ്പോ നാണം കൊണ്ടിക്കും നിന്നോട്. കുട്ടാടൻ പാടത്ത് ചില വീടുകൾ വെറും വീടുകളല്ല, അവിടെ ജീവിച്ച മനുഷ്യരുടെ ഓർമ്മകളാണ്. ഇതും അങ്ങനെയൊരിടമാണ്. കലാഭവൻ മണിയുടെ പാടി, ഒരിക്കൽ ചിരിയുടെ പാടി, പാട്ടിൻ്റെ പാടി, ആഘോഷങ്ങളുടെ പാടി, ഇന്ന് ഓർമ്മകളുടെ പാടി. ഒന്നുണ്ട് കേൾക്കണം മോളെ, ചാലക്കുടിയാറിൻ കരയിൽ ഓലമേന വള്ളിക്കൂടിയിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ. ഒന്നുണ്ട് കേൾക്കണം മോളെ, ചാലക്കുടിയാറിൻ കരയിൽ ഓലമേന വള്ളിക്കൂടിയിൽ സ്നേഹം വാരി തന്നൊരു അച്ഛൻ. പ്രിയ കലാഭവൻ മണി, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും നിങ്ങളുടെ പാട്ടും ചിരിയും ഇന്നും ഞങ്ങളോടൊപ്പമുണ്ട്. ചില മനുഷ്യർ നമ്മളെ വിട്ടുപോകും, പക്ഷേ അവരുടെ ഓർമ്മകൾക്ക് ഒരിക്കലും വിട പറയാൻ കഴിയില്ല. കലാഭവൻ മണി എന്നും ഓർമ്മയിൽ. ഈ ഓണക്കാലത്ത് ഒരിക്കൽ കൂടി മണിച്ചേട്ടനെ ഓർക്കുന്നു. ഈ ഓണക്കാലത്ത് ചാലക്കുടിയുടെ, കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ സ്വന്തം മണിച്ചേട്ടന് ഒരു സ്നേഹ പ്രണാമം.